ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ നാടായ തോട്ടക്കാടിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്കാണ്. അമനുവിൻ്റെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടം എപ്പോഴും ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ട്രാവൽ വ്ളോഗിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി കവർ ചെയ്യാറുണ്ട്, എന്നാൽ എൻ്റെ നാടായ തോട്ടക്കാടിൻ്റെ വിശേഷങ്ങളും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ തോട്ടക്കാടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിലെയും നല്ല അടിപൊളി കാഴ്ചകളിലേക്കാണ്. ഒപ്പം തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ ഒരു ട്രാവൽ വ്ളോഗ് സീരീസ് ആഴ്ചയിൽ 2 ദിവസം ഇറക്കത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓഫ് റോഡും ഫിഷിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സീരീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം, മോസ്റ്റ്ലി തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ആയിരിക്കും നമ്മളത് 4 മണിക്ക് ഇറക്കുക. അപ്പം അത് കാണാൻ മറക്കരുത്, മിസ് ചെയ്യാതെ അത് കാണണം. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഓഫ് റോഡും ഫിഷിങ്ങും കുക്കിങ്ങും ഒക്കെയാണ് നമ്മൾ ആ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം ഇന്നത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. വായും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തോട്ടക്കാട് തന്നെയുള്ള കുറ്റിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത്. പക്ഷെ ഇത് മഴയുള്ള സമയത്താണ് ഇത്രയും മനോഹരമായിട്ട് ഇവിടെ ഒഴുകുന്നത്. മഴയില്ലാത്തപ്പോൾ ഇത്രയും വെള്ളമൊന്നും അധികം കാണത്തില്ല. പിന്നെ കുറച്ച് വെള്ളം കുറവുള്ള സമയത്താണ് ഇവിടെ നമുക്ക് സേഫായിട്ട് ഇറങ്ങാൻ പറ്റിയ സമയം. ഇപ്പം നല്ല വെള്ളമാണ്, ഇപ്പം നമുക്കങ്ങനെ സേഫായിട്ട് ഇതിലെ കൂടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. പക്ഷേ കുറച്ചും കൂടെ വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഇവിടെയൊക്കെ ഇറങ്ങി നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. കൂടുതലും നമ്മുടെ ഈ തോട്ടക്കാടും അതിന് ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കാണ് ഇത് അറിയാവുന്നത്. കാരണം അത്ര വലിയ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല ഇത്. എങ്കിൽ പോലും അറിയാവുന്നവർ ഈ മഴയുള്ള സമയം നോക്കി ഇവിടെ വന്ന് കുട്ടികളുമായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീടിനടുത്തുള്ള, ഞാൻ നമ്മുടെ മുമ്പിലത്തെ ഒരു ഉറുമ്പിക്കര ഓഫ് റോഡ് ട്രിപ്പിൻ്റെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ ഓഫ് റോഡ് ഭയങ്കര ഇഷ്ടമാണെന്നും രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീടിനടുത്തുള്ള 1-2 സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഓഫ് റോഡ് പോകാറുണ്ടായിരുന്നു, എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഹൈറ്റും ആ കയറ്റത്തിൻ്റെ അവിടെയും കൂടെ നോക്കിയേ, ഇത്രയും പൊക്കത്തിലേക്ക് നമ്മുടെ ജീപ്പ് ഇങ്ങനെ കയറിയുള്ള വീഡിയോ ആണെന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. കാരണം തലേദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്ലഷായിട്ട് കിടക്കുന്ന കാരണം വീലങ്ങനെ തെന്നി പോകുമായിരുന്നു. അങ്ങോട്ട് മേലോട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ കയറിയിട്ടുണ്ട് അത്. പക്ഷേ എന്താണോ ഇന്നലത്തെ മഴയുടെ ആണെന്ന് തോന്നുന്നു, ഇന്ന് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ചെറിയ, അതിലും കുറഞ്ഞ ഹൈറ്റുള്ളവരുടെ ഞങ്ങൾ കയറാൻ ഇന്ന് ശ്രമിക്കുകയാണ്. നമ്മുടെ പുലിക്കുട്ടം എത്തിയത് കണ്ടോ, അടിപൊളി. അങ്ങനെ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള മറ്റൊരു ഓഫ് റോഡ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
റബ്ബറും തോട്ടത്തിലേക്ക് കയറുവാണ്. ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റബ്ബറിൽ ഒരു 90% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. അതിൽ കേരളത്തിൽ റബ്ബറിനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന പേര് കോട്ടയം ജില്ലയുടെയാണ്. ഇത് റബ്ബർ ബോർഡും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പണ്ടൊക്കെ കോട്ടയം അച്ചായന്മാരുടെ മെയിൻ ബിസിനസ്സായിരുന്നു റബ്ബർ വ്യവസായം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, വെള്ളക്കുപ്പായമൊക്കെ ഇട്ട്, മഴയായി കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളക്കുപ്പായമൊക്കെ ഇട്ടാണ് റബ്ബറൊക്കെ നിൽക്കുന്നത്. എനിക്ക് നല്ല ഇറക്കത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. എനിക്ക് ജീപ്പിൽ വട്ടം വരയ്ക്കുന്ന കണ്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. നമ്മുടെ നാടിന് സമീപ സ്ഥലമായ പുതുപ്പള്ളിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ പുതുപ്പള്ളിയിലെ സെൻറ്റ് ജോർജ് ചർച്ചിന് മുമ്പിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള പള്ളിയാണിത്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ പള്ളിയാണിത്. അദ്ദേഹത്തിൻ്റെ കബറിടമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഏകദേശം 4.5 നൂറ്റാണ്ട് പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ഇവിടുത്തെ പൊന്നിൻ കുരിശും വെച്ചൂട്ട് സദ്യയുമാണ് പ്രസിദ്ധം. വലിയ പെരുന്നാളിൻ്റെ ദിവസം ഇവിടെ കോഴിയും അപ്പവുമാണ് നേർച്ചയായിട്ട് വരുന്നവർക്ക് നൽകുന്നത്. ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയെങ്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിരവധി ആളുകൾ ഉണ്ടായിരുന്ന പോലെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ കല്ലറ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് നിരവധി ആളുകൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. അങ്ങനെ ഇനി നമ്മൾ പോകുന്നത് കേരളത്തിലെ ചരിത്ര പ്രാധാന്യവും മന്ത്രതന്ത്രങ്ങളുടെ പാരമ്പര്യവും ഉറങ്ങുന്ന ഒരു മനയിലേക്കാണ്. അത് വേറെങ്ങുമല്ല, നമ്മുടെ കോട്ടയം ജില്ലയിലെ നട്ടാശ്ശേരി എന്ന ഗ്രാമത്തിൽ മീനച്ചിലാറിൻ്റെ തീരത്തായിട്ടാണ് ഈ മന സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും, സൂര്യകാലടി മന. ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പരാമർശിച്ചിരിക്കുന്ന സൂര്യഭട്ടതിരിപ്പാടിൻ്റെ വരവോടുകൂടിയാണ് ഈ കാലടി മനയ്ക്ക് സൂര്യകാലടി മന എന്ന് പേര് വന്നത്. അദ്ദേഹം തൻ്റെ അച്ഛനെ കൊന്ന യക്ഷിയെ തളയ്ക്കുവാനായി സൂര്യഭഗവാനെ ധ്യാനിച്ചുവെന്നും സൂര്യഭഗവാൻ ഒരു ഗ്രന്ഥം നൽകിയെന്നും അങ്ങനെ മന്ത്രതന്ത്രങ്ങൾ ഉപാസിച്ചെടുത്തെന്നുമാണ് പറയപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിൽ പ്രസിദ്ധമായ ഒരു പദ്ധതിയുടെ ഭാഗമാകാനാണ്. അപ്പോൾ പോകുന്ന വഴി നോക്കിയേ, കുട്ടികളടക്കം എല്ലാവരും വന്നതേ മീനൊക്കെ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. നിരവധി ആളുകളുണ്ട് കേട്ടോ ഇവിടെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏറ്റുമാനൂരും മണർകാടിനും ഇടയിൽ തിരുവഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ളൊരു വിനോദസഞ്ചാര പദ്ധതിയാണ് 4 മണിക്കാറ്റ്. ഇവിടുത്തെ ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റെസിഡൻസ് അസോസിയേഷനാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ശരിക്കും മനോഹരമായ ഒരു തോട്ടാണിത്. ഈ പരിസരം വൃത്തിയായിട്ട് കിടക്കാനും എന്നാൽ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനവും ആകണം എന്ന് കരുതി അവരിറക്കിയ ഒരു പദ്ധതിയാണിത്. ശരിക്കും നല്ല രീതിയിൽ ഇത് പ്രവർത്തനം തുടരുന്നു. വൈകുന്നേരങ്ങളിൽ ഒരു 4 മണി മുതൽ 7 മണി വരെ ഇവിടെ വന്ന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഗ്യാങ് ആയിട്ട് വന്നിരുന്ന് സൊറ പറയാനും അല്പം മധുരം നുണയാനും ഇവിടെ ടീ, സ്നാക്സ്, പായസം അതുപോലുള്ള എല്ലാത്തരം മധുരപലഹാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് സൊറ പറയാനൊക്കെ പറ്റിയ ഒരിടമാണിത്. ഇത് വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വൈകുന്നേരങ്ങളിൽ ഇത് ഇവിടെ വീടിനടുത്തുള്ളവർക്കും ഒക്കെ ഇങ്ങനെ ഇതിലേക്കൂടെ കണ്ടോ, ഇതൊരു പാത്തൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇതിലേക്കൂടെ ഇങ്ങനെ നടന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് നടക്കാനൊക്കെ പറ്റിയ ഒരു പാത്ത് പോലെ അവർ സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. ഇത് റോഡിൻ്റെ വഴിയരികിൽ തന്നെയാണിത്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ സീറ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും ചെറിയ 1-2 റൈഡുകളൊക്കെ
അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇപ്പം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം പോകുന്നവർക്ക് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ഇവിടെ ടോയ്ലറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ആയിരിക്കും. ഒന്ന് കയറി അവർക്കൊന്ന് റിഫ്രഷ് ചെയ്ത് പോകണമെങ്കിൽ പോകാം. അത്തരത്തിലൊക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു തോട്ട് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഓരോ സ്റ്റാളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു കുടുംബശ്രീ ആളുകളാണിത് ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് റെസിഡൻസ് അസോസിയേഷൻ്റെ പാർട്ടായിട്ടാണ് ഇവർ ചെയ്യുന്നത്, അല്ലാതെ കുടുംബശ്രീക്കാരായിട്ട് ചെയ്യുന്നതല്ല. റെസിഡൻസ് അസോസിയേഷൻ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുന്നതാണിത്. അപ്പം ഓരോ സ്റ്റാളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പലഹാരങ്ങളാണ്. ഒരിടത്ത് പഴംപൊരി, ഉഴുന്നുവട അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ആണെങ്കിൽ ഒരിടത്ത് ചേമ്പ് പുഴുങ്ങിയത്, കപ്പ പുഴുങ്ങിയത്, കപ്പ വേവിച്ചത്, പായസം അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും വേറൊരിടത്ത്. പിന്നെ വേറൊരിടത്ത് ബജി ഐറ്റംസ് ഒക്കെ. അങ്ങനെ ഓരോ സ്റ്റാളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് അവർ സെർവ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കണ്ടോ ബെഞ്ച് പോലെ ഇങ്ങനെ ആളുകൾക്ക് വന്നൊന്ന് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു വള്ളത്തിൻ്റെ മോഡലിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഈ വഴിയരികിൽ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു പാടശേഖരമാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങോട്ടേക്കൊക്കെ നോക്കിയിരുന്ന് ഇവിടെ കൂടുതലും കുട്ടികളും ഫാമിലി ആയിട്ടും ഒക്കെ ഇങ്ങനെ വന്ന് ഒരുപാട് ആളുകൾ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 4:30-5 മണി ആയതേ ഉള്ളൂ. ഒരു 7 മണിയൊക്കെ ടൈം ആകുമ്പോൾ ഇവിടെ ഒരുപാട് പേര് വന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും ഒരു മരത്തിൻ്റെ ഇത് അതേ രീതിയിലാണ് അവർ ഈ സ്ലൈഡ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ശരിക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മരം അവർ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. ഒരു പ്ലാവ് അവർ സെറ്റ് ചെയ്തേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ചേമ്പ് പുഴുങ്ങിയതൊക്കെ വാങ്ങിച്ചു. അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ചേച്ചിമാരോട് ചോദിക്കാം, എങ്ങനെയാ നിങ്ങൾക്ക് എത്ര മണി മുതലാണ് ഇവിടെ? 1 മണി തൊട്ടൊക്കെ. വൈകുന്നേരം എത്ര മണി വരെയോ? 7 മണി വരെ. ഇത് ഓരോരോ അയൽക്കൂട്ടംകാരാണോ അതോ ഒരയൽക്കൂട്ടം? അല്ല, ഓരോ അയൽക്കൂട്ടമല്ല, പല കുടുംബശ്രീ അംഗങ്ങളാണ്. നിങ്ങളെങ്ങനെ ഇവർ റെസിഡൻസ് അസോസിയേഷൻ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി ഇവിടുത്തെ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. അവർ പറയുന്നത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സ്റ്റാളിൽ ഒരു നാടനും ഒരു എണ്ണയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചായ, കാപ്പി, ഉപ്പിലിട്ടത്, പായസം ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെയാണ്. ശരി. ഇവിടെ ഞങ്ങൾ എന്തോ 50 ഗ്രാം അങ്ങനെയൊക്കെ കണ്ടു. അതെന്തൊക്കെയാണെന്ന് പറയാം. അതിവിടെ ഓരോന്നിൻ്റെ അളവ് പറഞ്ഞേക്കുന്ന ഓരോ വടയാണെങ്കിലും അത് കുറയാൻ പാടില്ല. അപ്പൊ സേഫ്റ്റിക്ക് പ്രാധാന്യം ഉണ്ട്. ഇവിടെ പിന്നെ SSAയുടെ ഇത് അംഗീകാരമുള്ളതാണ്. പിന്നെ ഹെൽത്തിൻ്റെ എല്ലാം ഇവരും വന്ന് പരിശോധനയൊക്കെ നടത്തുന്ന സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഫുഡൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്യും. ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാ രീതിയിലുള്ള ഹെൽത്ത് കാർഡിൽ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ മഞ്ഞപ്പിത്തത്തിന് ഇഞ്ചക്ഷൻ എടുത്തിരിക്കണം. മറ്റ് പകർച്ചവ്യാധികളൊന്നുമില്ല എന്ന് നമ്മൾ ഹെൽത്ത് കാർഡുകൾ ഉറപ്പാക്കണം. എല്ലാ കാര്യങ്ങളും വളരെ സേഫ്റ്റി ആയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ കാർഡ് തന്നെ ഇതെല്ലാം നോക്കിയിട്ട് തരുവുള്ളല്ലോ. ഹെൽത്ത് കാർഡ് കിട്ടുമ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ടും ഒരു എല്ലാ 6 മാസത്തേക്കേ ഉള്ളൂ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഇതെടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഹെൽത്ത് കാർഡിന് 1 വർഷത്തേക്കേ ഉള്ളൂ. എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബശ്രീക്കും അതുകൊണ്ട് നല്ലതാണ്. കുടുംബശ്രീക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. കുടുംബശ്രീ അംഗങ്ങളാണെന്നേ ഉള്ളൂ. ഇവിടുത്തെ അസോസിയേഷൻ്റെ ഇതിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ വേറെ കച്ചവടമൊന്നും ഇവിടെ സമ്മതിക്കത്തില്ല. നമുക്ക് ഇത്രയും ഒരു ഏരിയ ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ച് തന്നേക്കുന്ന അങ്ങനെ. ശരി. അപ്പൊ നിങ്ങളൊക്കെ തന്നെയാണോ എന്നും അതോ ഞങ്ങൾ കുറിയിടുന്ന വേറെ അല്ല, നമുക്കൊരു തൊഴിൽ വേണ്ടേ. അപ്പം നമുക്കിത് നമ്മൾ തന്നെ. അപ്പം റെസിഡൻസ് അസോസിയേഷൻ വളരെ മനോഹരമായിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ 4 വണ്ടിക്കാറ്റിൻ്റെ കാഴ്ചകളോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലെ എല്ലാ കമൻസും നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദി. അതനുസരിച്ച് ഞങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്കും അതൊരു പ്രചോദനമാകുന്നത് കൂടുതൽ വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ. ഇത് ഇനിയും എൻ്റെ നാടിൻ്റെ അടുത്ത സീരീസ് ഞങ്ങൾ ഫിഷിങ്ങും കുക്കിങ്ങും പിന്നെ ആന വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ
അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് അനുമോൾ.